ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സ്റ്റെഫി ജയിൽ ചാടിയതിനു ശേഷം സ്റ്റെഫിയും അതുപോലെ തന്നെ ഗംഗപ്രസാദിന്റെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് കാർത്തികയെയും ലക്ഷ്മി അമ്മയെയും കൊല്ലാൻ തീരുമാനിക്കുകയാണ്. എന്തായാലും അവരുടെ കൊല്ലാൻ വേണ്ടിയിട്ട് അവരുടെ ആ കമ്പനിയിലേക്ക് സ്റ്റെഫി മതിൽ ചാടിയെത്തുകയും പിന്നാമ്പുറത്തെ വാതിൽ തുറന്ന് ഗംഗയുടെ കൂട്ടുകാരൊക്കെ സഹായിച്ചു കൊടുത്ത് അവർ തിരികെ പോകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സ്റ്റെഫി ആ കമ്പനിയുടെ അകത്തേക്ക് കടക്കുകയും അതുപോലെ തന്നെ അവിടെ നമ്മുടെ കാർത്തികയുടെ ആ ക്യാബിൽ അടിയിൽ അങ്ങനെ ആ ടേബിളിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ഇതൊന്നും അറിയാതെ കാർത്തികയും ലക്ഷ്മിയമ്മയും അവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഇന്ന് ആരെയും വിസിറ്റേഴ്സിനൊന്നും കസ്റ്റമേഴ്സിനൊന്നും ആരെയും അനുവദിക്കില്ല, അതുപോലെ തന്നെ ഇന്ന് ഇവിടുത്തെ സ്റ്റാഫുകളെ മാത്രം അകത്തേക്ക് കടത്തി വിട്ടാൽ മതി എന്നൊക്കെ സെക്യൂരിറ്റിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സെക്യൂരിറ്റി രാത്രി 2 ആളെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും സ്റ്റെഫി അകത്ത് കടന്നു. പക്ഷെ നമ്മുടെ കിരൺ ആണെങ്കിൽ അത് CCTV ദൃശ്യത്തിലൂടെ അത് കണ്ടുപിടിക്കുകയും വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ കല്യാണി ചോദിക്കുന്നുണ്ട് കേട്ടോ, പോകുന്ന സമയത്ത് എവിടേക്കാ കിരണേട്ട എത്ര ധൃതിപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ വന്നിട്ട് പറയാൻ കല്യാണി എന്ന് പറഞ്ഞിട്ട് അവളോട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു പക്ഷേ അവരുടെ മരണമായിരിക്കും നടക്കുക, അതുകൊണ്ടാണ് പെട്ടെന്ന് ഓടി അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ പോയിട്ട് നേരെ അവരുടെ കമ്പനിയിൽ എത്തുകയാണ്. അങ്ങനെ കമ്പനിയിൽ എത്തുമ്പോഴും നമ്മുടെ സ്റ്റെഫി അവിടെ വലിയൊരു ആക്രമണം തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവിടേക്ക് കിരൺ എത്തുന്നുണ്ട്. സ്റ്റെഫിയെ അവിടെ നിന്നിട്ടും തല്ലി ചതയ്ക്കുകയും അവരുടെ മുന്നിലിട്ട് തല്ലി ചതയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ട്, കിരൺ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞങ്ങളുടെ അവൾ എടുത്തേനെ, ഇവിടെ ഞങ്ങളുടെ ശവശരീരങ്ങൾ കിടന്നേനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അവളെ തല്ലി ചതച്ചതിന് ശേഷം നമ്മുടെ ഇവനെ വിളിക്കുന്നുണ്ട്, രതീഷിനെ വിളിക്കുകയാണ്. അങ്ങനെ വായയിൽ തുണി തിരുകി കൈകൾ പിന്നിലേക്ക് കെട്ടി കാലും കെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. കാട്ടിലോട്ട് തന്നെയാണ് അവളെയും കൊണ്ടുപോകുന്നത്. ഗംഗപ്രസാദിനെ തല്ലിച്ചതച്ച് കൊന്ന് കുഴിച്ചു മൂടിയതാണ്. അതുപോലെ തന്നെ നമ്മുടെ രാഹുലിനെയും മൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തതാണ് ജീവനോട് കൂടിയിട്ട്. അങ്ങനെ ഇവളെ അവിടെ കൊണ്ട് നിർത്തുന്നുണ്ട്. ഒരു വലിയൊരു തീപ്പന്തം കിരണിന്റെ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്, നീ ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് വിചാരിച്ചു, നീ ഒരു ഗുണ്ടയായ ഒരുത്തിന് വേണ്ടിയിട്ടാണ് നിന്റെ ഈ ജീവിതം നീ ഇല്ലാതാക്കുന്നത്. നിന്റെ ജീവിതമേ പോയി, അതിനു വേണ്ടി മറ്റുള്ളവരെ നീ എന്തിനാ കൊല്ലാൻ നടക്കുന്നു എന്നൊക്കെ ചോദിച്ച് നമ്മുടെ കിരൺ അവൾ ചെയ്ത ഓരോ പ്രവൃത്തിയും എണ്ണി കണക്ക് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗംഗപ്രസാദിനെ കൊന്നത് എങ്ങനെയാണെന്ന് വിശദമായി അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഇനി നീ ആത്മാവായിട്ട് ഗംഗപ്രസാദിന്റെ അരികിലേക്ക് ചെന്ന് കഴിഞ്ഞാല് ഗംഗപ്രസാദ്, അതായത് ഒരാൾ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ആ ആത്മാവിന് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഗംഗപ്രസാദിന്റെ ക്രൂരതകൾ, അവൻ ചെയ്ത പ്രവർത്തികൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നീ അവന്റെ കൈ പിടിക്കില്ല, ആത്മാവായി ചെന്ന് കഴിഞ്ഞാലും എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ കാട്ടിൽ വെച്ചിട്ട് അമലിന്റെ വയറ്റിലൊരു കുഞ്ഞിനെ കൊടുത്തിട്ടാണല്ലോ അവൻ പോയത്. അത് ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഭയങ്കര ധീരനായിട്ടുള്ള തന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരുത്തനായിട്ടാണ് വലിയൊരു പ്രതിഭ പോലെ തന്നെയാണ് ഈ പറയുന്ന സ്റ്റെഫി ഗംഗപ്രസാദിനെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കിരൺ ആ സമയത്ത് അങ്ങനെ പറയുന്നതും. അതിനുശേഷം അവളെ അവിടെ ഈ പറഞ്ഞ പോലെ മൃഗങ്ങൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ അവളിങ്ങനെ കിടന്ന് ഒച്ചയിടുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് വായിൽ തുണി തിരുകയാണ്. അതുപോലെ തന്നെ ആ പന്ത് അവിടെ കത്തിച്ച് വെച്ചിട്ട് അവിടെ നിന്നും പോരുന്നുണ്ട്. അവളുടെ ശരീരവും മൃഗങ്ങൾ തിന്നുകയാണ്. അങ്ങനെ ഇതുപോലെ തന്നെ സ്റ്റെഫി ജയിലിൽ ചാടിയതിന് ശേഷം ഈ പറയുന്ന പോലീസുകാരും ഫോറസ്റ്റുകാരും ഇവളുടെ ഈ ശവശരീരം അസ്ഥികൂടം കണ്ടെത്തുകയും അതും ഇതുപോലെ പോസ്റ്റ്മോർട്ടത്തിന് അയച്ച് അത് അവള് തന്നെയാണെന്നുള്ള ഉറപ്പ് വരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ശത്രുവിനെയും കൂടി കിരൺ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ വിക്രം തന്നെയാണ്. വിക്രം ആണെങ്കിലും എത്രയും വേഗം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കല്യാണിയെ ഇല്ലാതാക്കണമെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മനോഹർ ആണെങ്കിൽ ഇപ്പൊ വലിയ സന്തോഷത്തിലാണ്. സരയുന്റെ മാറ്റങ്ങളൊക്കെ കണ്ടിട്ട് തനിക്ക് ഇനി കുഞ്ഞിനെ കാണാൻ ആരുടെയും ലംഘനമൊന്നുമില്ല, ആർക്കും ഒരു പരാതിയുമില്ല, ആരെയും പേടിക്കണ്ട എന്നുള്ള ഒരു സന്തോഷത്തിലാണ് മനോഹർ ഉള്ളത്. എന്തായാലും ഉടനെ തന്നെ വിക്രമത്തിന് പരോള് കിട്ടുകയാണ്. അവൻ പുറത്തിറങ്ങുന്നുണ്ട്. അവൻ നേരെ പോകുന്നത് നമ്മുടെ സരയുന്റെ അരികിലേക്ക് തന്നെയാണ്. നീയും മാറിയല്ലേ, എല്ലാവരും മാറിയതുപോലെ, ഞാൻ നിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോഴും എന്റെ മാറ്റം അത് ആർക്കും മനസ്സിലാകില്ല. അത് ഞാൻ എന്തായാലും അങ്ങനെ അത്ര പെട്ടെന്നൊന്നും മാറില്ല. എൻ്റെ അച്ഛൻ്റെ ജീവൻ എടുത്തതൊക്കെ ആ കിരണും കൂട്ടരൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് അവരുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ അഭിനയിച്ചേ പറ്റുള്ളൂ. നീ എന്തായാലും കിരണിനെ വിട്ടുപിടിച്ചോ, കാരണം
കിരൺ എന്തായാലും എൻ്റെ ഭർത്താവാകാൻ പോകുന്നവനാണ്. എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമാണ്, മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമാണ് അത്. അതുകൊണ്ട് തന്നെ ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യും. നീ കല്യാണിയെ കൊന്നോ, അതിനു വേണ്ടി എത്ര പണം വേണമെങ്കിലും നിനക്ക് ഞാൻ തരാം, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വിക്രത്തിനോട്. വിക്രം പറയുകയാണ്, അതെ, അവള് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു. അവൾ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം അവനൊരു തോക്കൊക്കെ കിട്ടുന്നുണ്ട്. അത് സരയു തന്നെയായിരിക്കും ഏർപ്പാടാക്കിയൊക്കെ കൊടുക്കുന്നത്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന കിരണും കല്യാണിക്ക് ഇപ്പോൾ വയറിൽ കുത്തേറ്റ് ഇങ്ങനെ കാണില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവളെ പതുക്കെ പുറത്തൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ പയ്യെ കൈ പിടിച്ചിങ്ങനെ നടത്തുകയാണ്. കൂടെ നമ്മുടെ സരയു ഉണ്ട്. അപ്പം സരയു അവിടെ ഉള്ളത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിക്രത്തിന് ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എവിടേക്കാണ് പോകുന്നത്, ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇന്നതുപോലെ നീ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ സരയു വിക്രത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ വിക്രം അവിടെ മറഞ്ഞു നിൽക്കുകയും അതുപോലെ തന്നെ നമ്മുടെ തോക്കെടുത്തിട്ട് കല്യാണിയെ നേർക്ക് ചൂണ്ടുകയും ചെയ്യുന്നതാണ്. അങ്ങനെ കല്യാണിയുടെ നേർക്ക് ചൂണ്ടിട്ട് കല്യാണിയുടെ തലയുടെ പിൻഭാഗത്തേക്ക് വെടിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരു സംഭവം. അവളുടെ കൈകളിൽ ചോര കലർന്ന് അവൾ അവിടെ അപ്പം തന്നെ വീഴുകയും ചെയ്യുകയാണ്. അതേ സമയത്ത് കിരൺ ഞെട്ടിപ്പോകുന്നുണ്ട്. കിരൺ അങ്ങനെ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അവൾ വീണ് കിടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ സരയു ആണെങ്കിൽ ഈ ഒരു കാഴ്ച കണ്ട് വലിയ സന്തോഷത്തിൽ അങ്ങനെ ചിരിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. വിക്രം എന്തായാലും പണി പറ്റിച്ചു എന്നുള്ളൊരു ഇതിൽ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് പിന്നെ കിരൺ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അയ്യോ കല്യാണി എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് അഭിനയിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എന്തായാലും പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അതുപോലെ തന്നെ വിക്രത്തിനെ അവിടെ വെച്ച് പൂട്ടുകയും, കാരണം വിക്രത്തിനെ കയ്യിൽ കിട്ടാനൊരു കാരണവും കൂടിയായിരിക്കുകയാണ് തന്റെ കല്യാണിയെ വെടിവെച്ച വിക്രത്തിനെ ഒരു കാരണവശാലും കിരൺ വെറുതെ വിടുന്നില്ല. അവനെ തല്ലിച്ചതയ്ക്കുകയും അതുപോലെ തന്നെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രകാശനാണെങ്കിൽ പോലും തന്റെ മകളെ അത്രയധികം സ്നേഹിക്കുന്ന തന്റെ മകളെ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത വിക്രത്തിനെ വെറുതെ വിടുന്നില്ല. കിരണോട് പറയുന്നുണ്ട്, വേണ്ട, ഇത്രയും നാളും ഞാൻ മകൻ എന്ന് പറഞ്ഞ് എന്റെ മനസ്സിൽ ചെറിയൊരു അലിവ് അവനോടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇനി ഒരിക്കലും അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ അവന്റെ ജീവൻ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശൻ തന്നെയാണ് വിക്രത്തിന്റെ ജീവൻ എടുക്കുന്നതും. അങ്ങനെ നമ്മുടെ പ്രകാശൻ തന്നെയാണ് മകനെ കൊല്ലുന്നതും. അതുപോലെ തന്നെ പ്രകാശനെ ജയിലിൽ പോയി കിടക്കാനും തയ്യാറാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലും പ്രകാശനെ ജയിലിലേക്ക് വിടുന്നില്ല. പക്ഷെ അപ്പോഴും ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ സരയുവിന്റെ മനസ്സിലുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ സരയു വിക്രത്തിനൊപ്പം കൂടെ ഉണ്ടായിരുന്നു എന്നും അതുപോലെ തന്നെ 2 പ്രാവശ്യം ഇപ്പൊ കല്യാണിക്ക് അപകടം പറ്റി. രാഹുൽ കൊല്ലാൻ ശ്രമിച്ചത്, അതുപോലെ ഇപ്പൊ വിക്രം കൊല്ലാൻ ശ്രമിച്ചതും, അങ്ങനെ 2 പേരുടെയും കൂടെ സരയു ഉണ്ടായിരുന്നു എന്ന കാര്യം കിരൺ മനസ്സിലാക്കുന്നുണ്ട്. കിരൺ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം അവളെയും നല്ല രീതിയിൽ തല്ലിച്ചതച്ച് അവളുടെ മനസ്സിലെ ദുഷ്പ്രവർത്തിക്കൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ കമ്പനിയിൽ നിന്നും വീട്ടിൽ നിന്നും അടിച്ചിറക്കുകയാണ് അവളെ. ഇനി ഒരിക്കലും നീ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ആട്ടിപ്പായിക്കുകയും ചെയ്യുന്നുണ്ട് സരയുവിനെ. സരയു ആണെങ്കിൽ ഭ്രാന്ത് പിടിച്ച പോലെ ആവുകയാണ്. കിരണിനെ കിട്ടാത്ത ആ ഒരു കാര്യം എല്ലാം കൂടി ആലോചിച്ചിട്ട്. അതിനുശേഷമാണെങ്കിലും നമ്മുടെ സരയു അവിടെ നിന്നും പോകുന്നുണ്ട്. കല്യാണിയും എല്ലാവരും ചേർന്ന് നല്ല സുഖമായ ഒരു ജീവിതമായിരിക്കും പിന്നീട് ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ക്ലൈമാക്സിൽ കല്യാണിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. അവളും ആ ഒരു അപകടത്തിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു പോരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് ക്ലൈമാക്സിൽ ഉണ്ടാകാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.